ചേട്ടാ ഒന്നും കൂടി ഫോൺ ചെയ്യാൻ തരൂ. ഞാനെന്താ കോയിൻ ബോക്സ് അതല്ല എവിടം വരെ ആയിന്നറിയാനാ. തീർന്നട ഇതിലെ കാശൊക്കെ തീർന്ന് ഒന്ന് പോടാ എവിടുന്ന്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാണ്ട് രാവിലെ ഇറങ്ങിയൊക്കെ കുറ്റിയും പറിച്ചോണ്ട്. ഇത് പ്രീപെയ്ഡാ. ഇത് എന്റെ ആവശ്യത്തിന് വിളിക്കാൻ വേണ്ടി എന്റെ കയ്യിലെ കാശ് മുടക്കി ഞാൻ മേടിച്ച ഫോണാ. അത് നിനക്ക് തരാനുള്ളതല്ല, മനസ്സിലായി? എന്താ പ്രശ്നമൊന്നും? ഈ ഫോൺ മേടിച്ചിട്ട് കുറെ നേരമായി. ഏതോ ഒരു പൊന്നൂനോട് എവിടെ എത്തി ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഏതോ ഒരു പൊന്നുവാ? പൊന്നു എന്നുള്ളത് ചെല്ലപ്പേരാ. ഉത്തരാന്നാ ശരിക്കുള്ള പേര്. ഉത്തരാ മഹാദേവൻ. ഉത്തരോ ചോദ്യം എന്തെങ്കിലും ആയിക്കോട്ടെ. അതിന് നീ എന്തിനാ എന്റെ കാശ് വിലക്കണേ? ചേട്ടാ ഇങ്ങോട്ട് വരാനുള്ള തിരക്കിനിടയ്ക്ക് ഫോൺ എടുക്കാൻ മറന്നുപോയതുകൊണ്ടാ. പൊന്നു ആരാന്ന് മനസ്സിലായ? മഹാദേവൻ മുതലാളിയുടെ ഒരേ ഒരു മോളാ. പൊന്നു ചിലർ ഇത് കേട്ടിട്ടുണ്ടാ? മഹാദേവൻ മുതലാളിയുടെ ഡ്രൈവറാ? അയ്യേ ഡ്രൈവറാ, ഡ്രൈവറൊന്നും അല്ല. അയ്യെന്നാ ഡ്രൈവർ അത്ര വലിയ ചേട്ടാ അതുകൊണ്ടല്ല, ഞാൻ ഫാമിലി ഫ്രണ്ടാ. പൊന്നു എന്റെ ചെറുപ്പം മുതലുള്ള കൂട്ടാ. ചെറുപ്പത്തിൽ അവള് കിണറ്റിൽ വീണപ്പോ രക്ഷപ്പെടുത്തിയത് ഞാനാ. അന്ന് മുതൽ മഹാദേവൻ മുതലാളിക്കും പൊന്നൂനും ഞാനെന്ന് വെച്ച ജീവനാ. സത്യം. അത് വണ്ടി ഫോണടിച്ചാടോ? ഇനി തന്റെ ഫോൺ വേണ്ട. പൊന്നു ഇതാ ഞാൻ പറഞ്ഞ പ്രകാശേട്ടൻ. ഓ മനസ്സിലായി. നിന്റെ ചെറുപ്പം മുതലുള്ള ബോയ് ഫ്രണ്ട്. നിന്റെ വുഡ് ബി അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ വിളിച്ച എവിടേക്കാണെങ്കിലും വരില്ലേ? അയ്യോ, രാവിലെ മുതൽ ഫോൺ ചെയ്തതും പോലെ ഞാൻ നിന്റെ കൂടെ എന്ത് വിചാരിച്ചെന്തോ. ഡോണ്ട് വറി, രണ്ടാളും ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം. പോരെ? മതി. എടി നിന്റെ കല്യാണം വല്ലതുണ്ടായ എന്നെയും കൂടി അറിയിക്കണേ. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ ഡാഡിയും കൂട്ടി നിന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചിരിക്കും. ഓക്കെ, ബൈ. ബൈ. പൊന്നു അല്ല, പൊന്നിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് എനിക്കൊരു ഇന്റർവ്യൂവിന് പോകാനുള്ളതാ. അതെ ഈ വേഷത്തില്, അല്ലാതെ. ഓഹോ, അതുകൊണ്ടാണോ ചെവിട്ടില് മൂട്ട പോയതുപോലെ എവിടെ എത്തി എന്ന് വിളിച്ച് ചോദിച്ചോണ്ടിരുന്നത്? ഇത്രയും ധൃത ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? അത് ചെല്ലപ്പൻ ലീവ് ആയതുകൊണ്ട്. ലീവ് കഴിഞ്ഞ് ചെലപ്പം വരട്ടെ. വച്ചിട്ടുണ്ട് ഞാൻ. കാർ എവിടെയാ? കാർ അവിടെ ഉണ്ട്. അതെ, എങ്ങോട്ടാ ഓടുന്നേ? എനിക്കറിയാൻ വിളിക്കുന്നു. എന്താ വിളിച്ചേ? ഈ ലഗേജ് ഒക്കെ എടുത്തോണ്ട് വാ. പടി. പൊന്നു, ആ ഡിക്കിയും തുറക്കോ? അല്ലെങ്കിൽ വേണ്ട, ഡിക്കി ഞാൻ തന്നെ തുറന്നോളാം. അതെ, കെട്ടിച്ചാടി ജീവൻ രക്ഷിച്ച ആളെ കൊണ്ട് ചുമട്ടോടെ എടുപ്പിച്ച് ശരിയായില്ല. ഫോൺ ചെയ്തൊക്കെ എന്റെ മൊബൈലിൽ നിന്നാ. മനുഷ്യനായ ഔചിത്യം വേണം. കെട്ടിച്ചാടി രക്ഷിച്ചു ആ ഡ്രൈവറോട് വീം പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനഃപൂർവ്വം പറഞ്ഞതല്ല. ഞാൻ ഡ്രൈവറാന്ന് വിചാരിച്ച് അവര് ഓരോന്ന് പറഞ്ഞപ്പോ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഉടനെ കയറി വിസ്തരിച്ച് വിളമ്പിയല്ലേ? സത്യത്തിൽ നിന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് നേരാണോ? ചുമ്മാ പുളു. പുളുവാ? പിന്നല്ലാതെ. ചങ്കി കുത്തന വർത്തനം പറയല്ലേ പൊന്നു. പൊന്നു 3 പഠിക്കുമ്പോഴാ സംഭവം. ഞാനന്ന് 5-ലാ. പൊന്നു കൂട്ടുകാരികളുമായിട്ട് കളിച്ചോണ്ടിരുന്നപ്പോ അവരുമായിട്ട് വഴക്കിട്ട് കാല് തെറ്റി പട്ടേരി പടത്തെ പൊട്ടക്കിണറ്റിൽ വീണു. വാച്ചു വാച്ചു എന്ന് വിളിച്ച് കരഞ്ഞത്
ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. നുണയാണെങ്കിൽ വാസുവേട്ടനോട് ചോദിച്ചോളൂട്ടാ. ആരാ വാസുവേട്ടൻ? അത് പൊന്നൂന്റെ അച്ഛന്റെയും എന്റെ അച്ഛന്റെ ഒക്കെ അക്കൗണ്ടന്റാ. ഒരു ദേ, ഇത് കണ്ട നോക്കട്ടെ. കുട്ടിക്കാലത്തെ ഫോട്ടോ സ്കൂളിൽ പഠിക്കുമ്പോ എടുത്തതാ. ചെറുപ്പത്തിൽ നീ ഒരു തക്കടായിരുന്നല്ലേ? ഇതൊക്കെ പേഴ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനാ? അത് പിന്നെ പൊന്നൂന് തരാന്ന് വെച്ചാൽ എന്നെ എടുത്തതാ. എപ്പോഴും ഓർക്കണമെന്ന് ഓർക്കും, പക്ഷെ മറന്നു പോകും. എന്നാലേ ഇനി ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. വെച്ചോ വെച്ചോ, ആൽബത്തിൽ ഒട്ടിച്ചു വെക്കാലോ. അപ്പൊ നിന്നെ കെട്ടിച്ചാടി രക്ഷിച്ചു എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ സത്യമല്ലേ? അതെ, സത്യം തന്നെയാ. എന്ന് കരുതി തന്നെ ഡ്രൈവർമാരോടൊക്കെ കയറി എഴുന്നള്ളിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ പറഞ്ഞു പോയതാണെന്ന്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല. പിന്നെ പൊന്നുനെ കെന്റിന്ന് രക്ഷിച്ചോ പ്രകാശ ആളുകൾ ഇങ്ങോട്ട് കയറി ചോദിക്കാൻ പോവല്ലേ? മണ്ടത്തരം പറയാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. വണ്ടിയുടെ പാർട്സ് വാങ്ങാൻ ടയർ വാങ്ങിച്ചിട്ട് മുങ്ങുന്നോടാ. എനിക്കിത്തിരി മര്യാദ കുറവാടാ. അതിലൊക്കെ എന്റെ പുറകിൽ കിടന്ന് ഓർന്നത്. സരസപ്പ എന്നെ എങ്ങനെ ഓടിക്കരുത്. എന്റെ മൂത്രത്തിലെ കല്ലളക്കും. ഇതിനൊരു എളുപ്പ വഴിയുണ്ടല്ലോ. ഇത് തന്നെ അമ്മാ കേട്ടോണ്. സമയേ ശരണമയ്യപ്പ. ഇത് എങ്ങോട്ട് കയറി പോടാ. പിന്നെ ഇവമേ കാട്ടിലെത്തിയ. അയ്യോ പിടി പ്രകാശ. നീ എവിടെയാണോ? ഞാൻ ആനയെ കണിയാൻ വേണ്ടി ഓടിയതാ. അയ്യോ ആന പൈസ മേടിച്ച് പറ്റിച്ച് കിടക്കണ പന്നി. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ സത്യം പറയാം. പറ. കാശ് അണ്ടർവെയറിന്റെ പോക്കറ്റില്ല. അവിടെ ഇവിടെ പിടിക്കല്ലേ. ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടില്ല. പിന്നെ അത് എവിടെയാടാ? അണ്ടർവെയർ അങ്ങ് സരള ചേച്ചിയുടെ വീട്ടിൽ. എന്തിനാടാ അത് സരള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് വെച്ചത്? ഞാൻ അവിടെ കൊണ്ട് വെച്ചതല്ല. മിനിഞ്ഞാന്ന് രാത്രി ഞാനൊരു സ്വകാര്യം പറയാൻ വേണ്ടി പോയതാ. സ്വകാര്യം പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഓർത്തത് അണ്ടർവെയർ അവിടെ ആയി പോയെന്ന്. സരളയുടെ വീട്ടിൽ നടക്ക്. ഞാൻ അച്ഛനോട് ഒന്ന് പറയും സരളയുടെ അടുത്താന്ന്. ഇന്ന് മുതൽ ഈ അണ്ടർവെയർ ഊരിയിട്ടിട്ടുള്ള സ്വകാര്യം പറച്ചിൽ നിർത്തിക്കൊള്ളണം. സത്യം. അയ്യോ, സരള ചേച്ചി ചീന്തിക്കൊണ്ടിരിക്കുക. നല്ല സമയം. അച്ഛൻ എടുത്തുണ്ടോ? നീ വന്നില്ലേ? ഓ, നിധി എടുക്കാനൊന്നുമല്ലല്ലോ, അണ്ടർവെയർ എടുക്കാനല്ലേ. ഓ, എടുത്തുണ്ടോടാ. ഭാഗ്യം സരള മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ചെല്ലാം. ഓവർടേക്ക് ചെയ്യരുത്. പതുക്കെ നിന്ന്. ഓ, നീ ആദ്യം ചെല്ല. എനിക്കിത് പരിചയമില്ല. എന്താണ് ഇവിടെ? അണ്ടർവെയർ പിരിവ്. അണ്ടർവെയറിന്റെ പിരിവോ? അല്ല, ഈ ക്ലബിന്റെ പിരിവിന് വേണ്ടി വന്നതാ. പിന്നെന്തിനാ തിരിച്ചു പോയത്? അല്ല, ഇവിടെ ആരും കണ്ടില്ല, അതുകൊണ്ടാ തിരിച്ചു പോയത്. അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ? അതല്ലേ തിരിച്ചു വന്നത്. ആ, അതിരിക്കട്ടെ. പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ചേട്ടന് ഇഷ്ടമുള്ളത് തന്നാ മതി. ചേട്ടന്റെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യോ? ചേട്ടാ ഈ വണ്ടി തുടയ്ക്കുന്നതല്ലാതെ ഓടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഓ, ഒരു ദിവസം ഞാനും ഇതൊന്ന് ഓടിക്കൂടാ. വെറുതെ കള്ളം പറയല്ലേ. പോഴുന്നേറ്റ് ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? തീരെ കുറവാ. ആണോ? ഓടി പോടി. 36. അത് ശരി. നീ എന്താ കഥകളി കാണിക്കുന്നത്? അല്ല, എന്റെ അണ്ടർവെയർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അണ്ടർവെയർ എങ്ങനെ ഇവിടെ വരുന്നേ? അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ സരള ചേച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല. അതെന്റെ ആശാന്റെ. എന്റെ അണ്ടർവെയർ തന്നെ വിടില്ല. പിന്നെയാണോ നിന്റെ അണ്ടർവെയർ? ഒന്ന് പോടാ. കുഴപ്പമില്ല. ഓക്കെ. നീ എന്തോ ചെയ്യണത്? കുഴലിന് ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കിയതാ. കുടിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാവരുതല്ലോ. ഇതിലുണ്ടോ എന്തോ? എടാ, അതിന്റെ അകത്ത് വീണ് മുങ്ങി ചാവല്ലേ. അവിടെ വെയ്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ സെർവന്റ് ആണോ? എന്താ പേര്? പെട്രീഷ്യ. പെട്ടിയാട്ടോറശേ? പെട്ടി ഓട്ടർഷ എന്നല്ല, പെട്രീഷ്യ. ഇക്കണക്കിന് കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? പെറ്റിനിറ്റോ. ഇതുവരെ അവര് പെറ്റണിയിട്ടില്ലേ? കഷ്ടം. അനാശം പറയുന്നു. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡകാലം. നീ എവിടെ പോയതാ? ഞാൻ ബാത്റൂമില്. ഈ നേരത്താ? ബാത്റൂമിൽ പോവാ അങ്ങനെ സമയവും കാലമൊന്നുമില്ല. മുട്ടിയാ എനിക്ക് ഉടനെ പോകാം. ഒരു കിതപ്പ്. ഇതിലൊന്നും നിറച്ചില്ലേ? നിറയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. നിനക്ക് അടി കിട്ടിയല്ലേ? നിനക്കാ? എനിക്ക് സെയിം ബീച്ച്. എനിക്കൊന്നും കിട്ടിയുള്ളൂ. എനിക്ക് സ്ഥിരം കിട്ടുന്നതാ. മനസ്സിലായി. എനിക്ക് വന്ന് ബാത്റൂമിൽ പോണം. ഫ്ലഷ് ചെയ്ത സെപ്റ്റിക് നോക്കിയാ മതി. ഉണ്ടാക്കടാ. സത്യം പറഞ്ഞ ഈ പ്രകാശന്റെ മനക്കെട്ടി സമ്മതിക്കണം. ഒന്നും ഉണ്ടാകത്തതുപോലെ കൂളായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാനോ മറ്റോ ആയിരിക്കണമായിരുന്നു. ഈ ഫാനിൽ കെട്ടി ചത്താണ്. എവിടാ? ഈ ഫാനില്. ടേബിൾ ഫാനില. ഒറ്റ ഇടി ഇടിച്ചോണ്ടല്ലേ. നടക്കുന്ന കാര്യമല്ല പറയടാ. ഒന്ന് തിരിഞ്ഞ് ബാക്കൊക്കെ മാക്സിമം തിരിഞ്ഞേക്കുന്നത്. നാട്ടുകാര് കമ്പിപ്പാരക്ക് കുത്തി മറിച്ചിട്ടേക്കാ. അയ്യോ,
അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട, ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ, വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിലെറിഞ്ഞേക്കൂ. മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ മതി മതി. അയ്യോ ഒരു ഫോട്ടോ. വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് ഇട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ? വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാടാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ നേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞോണ്ടിരുന്ന ഇപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ദാ കണ്ടില്ലേ, സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. എന്താവോ ഓ വന്നല്ല രാക്ഷസി. ഞാൻ വിചാരിച്ചത്രയും ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. വിചാരിച്ചത് എത്രയാണാവോ? സരസപ്പം പെറ്റ് കിടക്കുവാണോടാ? അതേടാ പെറ്റ് കിടക്കുവാ. കുട്ടി ആണാണാ പെണ്ണാണെന്ന് നോക്കണാ. ഈ കിടപ്പ് കുറച്ചു നാളത്തെ കൂടി നീട്ടിക്കിട്ടാൻ ഞാൻ ഒന്നുകൂടി സ്പോൺസർ ചെയ്യണോ? എനിക്കിതൊന്നും പുത്തരിയല്ല, പക്ഷെ ഇവന്മാർക്ക് ഇത് ഇച്ചിരി കൂടിപ്പോയി. സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നോ? രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ? എന്തായാലും ഇത് കുറച്ച് കൂടിപ്പോയി പൊന്നു. അവരൊരു തമാശ കാണിച്ചതല്ലേ, അതിന് ഇത്രയും വേണമായിരുന്നോ? ഓഹോ, തമാശയായിരുന്നല്ലേ? എന്നാ ഞാനും ഒരു തമാശ കാണിച്ചു എന്ന് കരുതിയാ മതി. ഇനി എന്നോട് ഇതുപോലെ തമാശ കാണിച്ചാ കളി പഠിപ്പിക്കേ പൊന്നു. സത്യം പറ, എന്റെ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? എനിക്കറിയില്ല. കണ്ടുപിടിച്ചോളാം ഞാൻ. ചെലപ്പാ ദേ, ഫോട്ടോയുടെ കാര്യത്തിൽ എന്നെ ഒറ്റ കൊടുക്കരുത്. ജോലി ഉണ്ടെങ്കിലേ വല്ലപ്പോഴേ ലീവ് എടുക്കാൻ പറ്റുള്ളൂ, ഒന്നിച്ചു കൂടാൻ പറ്റുള്ളൂ. ദേ വരുന്നു. അതെ, ഈ ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക വേണമെങ്കിൽ ഞാൻ കഴിക്കാം സിസ്റ്റർ. ആഹാരം എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല. അതെന്താ? ആഹാരം കഴിച്ചാൽ എനിക്ക് വയറ്റിൽ നോടുമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം അടച്ചു വച്ചേക്കല്ലേ ദ്രോഹികൾ. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒറ്റമൂലി പ്രയോഗത്താൽ അനേകം ആളുകളുടെ അസുഖം മാറ്റിയ സാക്ഷാൽ അട്ടപ്പാടി അഴകേശൻ വൈദ്യർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കൂ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. കഴിഞ്ഞ വർഷം ക്ലബ്ബ് നാടകവും ഗാനമേളയും നടത്തിയിട്ട് ഇതിന്റെ പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂലക്കുരു ചികിത്സാ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് ഒന്നടങ്കം എരച്ചു വന്നിരിക്കല്ലേ. എനിക്കൊരു സംശയമുണ്ട്. ഈ മൂലക്കുരു വല്ല എണ്ണക്കുരുവായിട്ട് എങ്ങനെ പ്രഖ്യാപിച്ചാലോ? ഇത്രയും കസേരയും വാടകയ്ക്ക് എടുത്തിട്ട് ഒരാൾ പോലും ഇരിക്കുന്നുമില്ല. കാശും പോയി. മുഖക്കുരു ചികിത്സിക്കാനല്ലല്ലോ അവര് വന്നത്, മൂലക്കുരു ചികിത്സിക്കാനല്ലേ. പിന്നെങ്ങനെ അവര് ഇരിക്കും? എടാ, ഈ വൈദ്യുതി കൃത്യസമയത്തിന് എത്തുമല്ലോ. വൈദ്യരിങ് എത്താറായി. എന്റെ ബന്ധുവല്ലേ, പറഞ്ഞതാ. പക്ഷെ നീ പോയാ പ്രസിഡന്റിനെ ഒന്നിങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ ഓട്ടോ എടുക്കണേ. ഇത്തിരി പെട്രോൾ അടിച്ചോ? പോണേക്ക് അനൗൺസ് ചെയ്തോ? പെട്രോൾ അടിക്കാനുള്ള കാശൊന്നുമില്ല ചേട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റ് ബാനർ റെഡിയല്ലേ? എപ്പോഴേ റെഡി. എന്നാൽ ഇനി സമയം കളയണ്ട. നാട്ടുകാരുടെ മുമ്പ് പൊന്നുമോളന്ന് ഷൈൻ ചെയ്യട്ട്. കേറ്റി കെട്ടട ബാനർ കട്ടബൊമ്മ. അതെ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലാട്ടാ. ഇവർക്കൊക്കെ കാശ് കൊടുക്കണം, ഞാൻ മാത്രം ഫ്രീ ഉള്ളൂ. ഇക്കൊല്ലം പറ്റിക്കില്ല. പേടിച്ച് കുത്തിയില്ലേ? എവിടെ കുത്താൻ? അത് ശരിയാ. കിട്ടിയതാരാട്ടാ? അതെ, എനിക്ക് നിൽക്കാൻ വയ്യ. ഒരു പൈൻറ്റുമായിട്ട് തട്ടി. ഇത് ദീപരേഖന്റെ ക്യൂ അല്ല, മൂലക്കുരുവിന്റെ ക്യൂവാ. മൂടി പൊതച്ച് നിന്നാ ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ? അപ്പൊ ആശാനം ഉണ്ടല്ലേ ഇതിന്റെ അസുഖം? വെറുതെ അല്ല കടയിൽ വെച്ച് എന്നോട് ചൂടാവണത്. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഷേവ് ചെയ്തിട്ട് വന്നൂടായിരുന്നു? ഇതിന് ഷേവ് ചെയ്യണം. അയ്യേ, ഞാൻ മുഖം ഷേവ് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. എന്താടി സ്കൂളിന്റെ മുൻപിൽ ഒരു ആൾക്കൂട്ടം? ഇന്നലെ യുവജന ക്ലബിന്റെ മെഡിക്കൽ ക്യാമ്പ്.
ഡാഡി ഇത് നിന്റെ ഫോട്ടോ ഇല്ലേ? മൂലക്കുരുവിന്റെ സ്പോൺസർ വന്നിട്ടില്ല. ഏതായാലും നല്ല ഫോട്ടോ. അയ്യോ എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട, ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖമുള്ളതുകൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ. ഗ്ലാമറിനൊന്നും ഒരു കുറവുമില്ല, എന്നാലും എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി, അപ്പൊ നിങ്ങൾക്കുണ്ടല്ലേ ഈ അസുഖം? ചുമ്മാ അതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്, ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ? കള്ള നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹലോ. തരികിട സംഘങ്ങൾ മുഴുവനുണ്ടല്ലോ. വലിക്കേറി വന്നാ ഞാൻ ഒറ്റയ്ക്ക് വരാനായിരുന്നത്. പാച്ചോന്റെ ഇലക്ഷന് നിൽക്കാൻ പോവാണോ? അങ്ങനെ ചോദിച്ചേ? അല്ല, നെയ്റോസ്റ്റ് പോലെ തേച്ച് മിനിക്കിയ വെള്ള ഷർട്ടും മുണ്ടൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് ഞങ്ങളുടെ ഈ യുവജന കലാസമിതി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജന സംഘടനയാണല്ലോ, അതിന്റെ പ്രതീകമായിട്ടാണ് ഈ തുവള്ള വസ്ത്രം. പിന്നെ പിരിവിനും കൂടി വേണ്ടിട്ട് ഇറങ്ങിയതാ. ഓഹോ, രസീത് ബുക്ക് നോട്ടീസ് ഒക്കെ ഞാൻ ഡാഡിയുടെ കൈ കൊണ്ട് കൊടുക്കാം. അല്ല, അതൊക്കെ അടുപ്പിക്കാനുള്ള കൈനീട്ട എല്ലാ വർഷവും മഹാദേവൻ മുതലാളിയാണ് തരുന്നത്. അതെന്താ മഹാദേവൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണോന്ന് ഇത്ര വലിയ വാശി? വാശിയല്ല, രാശിയാ. മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ചെല്ലുന്നോടത്ത് ആരും ഇല്ലാന്ന് പറയില്ല. യമണ്ടം പിരിവ് കിട്ടും. യമണ്ടം പിരിവ് കിട്ടാൻ യമണ്ടനോട് തന്നെ കൈനീട്ടം വാങ്ങിക്കൂടെ? അതിന് അവന്റെ അച്ഛൻ വീട്ടിലില്ലല്ലോ. അവിടെ ചെന്ന കൈനീട്ടം കിട്ടുന്നത് കാശായിരിക്കില്ലല്ലേ? എന്റെ പറച്ചിനിക്കടവ് മുത്തപ്പ. എന്താ കുറൂരമ്മ തള്ളച്ചി. എന്താ സരസപ്പ നീ നിന്ന് പരുങ്ങുന്നത്? പരുങ്ങിയതല്ല അമ്മച്ചി, ബഹുമാനം കൊണ്ട് വണങ്ങിയതാ. കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പിരിവിന് ഞാൻ ഇങ്ങോട്ടില്ലെന്ന്. എപ്പ പറഞ്ഞു? അതെ, പഴയ പോലെ പാണ്ടികളെ കിട്ടണില്ല അമ്മച്ചി. അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. അതിന് ഇവർക്ക് എവിടെ നേരം? ഇങ്ങനെ നടക്കണല്ലോ. അതെ, ഓരോ തരികിടയും പറഞ്ഞ് നടന്നിങ്ങനെ പിരിച്ച് പുട്ടടിച്ചാ പോരെ? അതിനൊരു ക്ലബും ക്ലബിന് പറ്റിയൊരു സെക്രട്ടറി. പൊന്നൂസേ, എല്ലാരും ഉണ്ടല്ലോ. എന്താ പ്രകാശനുമായിട്ടൊരു ഉടക്ക്? എങ്ങനെ ഉടക്കാതിരിക്കും ഡാഡി? എവിടെ ചെന്നാലും എന്നെ കിണറ്റിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ് വലിയ ഹീറോ കളിയാ. അവൻ പറയണത് സത്യല്ലേ? അതിനി പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞോടാ. ഡാഡി, അവള് വലിയ കുട്ടിയായില്ലേടാ, ഇനി അതൊക്കെ പറഞ്ഞോണ്ടിരുന്ന നാണക്കേടല്ലേ? അത് ശരിയാ. ഈ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ ചുട്ടി അടിയാൻ വെച്ചേരും. മോളകത്തേക്ക് പൊക്കോ, ഇതൊക്കെ വാസുവായിട്ടേറ്റു. മോള് ചെല്ലേ. അല്ല, എല്ലാരും കൂടി എന്നെ കൊല്ലാൻ വന്നാണോ? അയ്യോ, ഞങ്ങളിങ്ങനെ പിരിവിന്റെ പരിപാടിയായിട്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ആട്ടെ, എന്താ ഇത്തവണത്തെ വാർഷികത്തിന്റെ പരിപാടികൾ? പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഒരു ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ഓ, നേത്ര ചികിത്സാ ക്യാമ്പായിരിക്കും. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ, എല്ലാരും നടത്തുന്നല്ലേ. ഇത് ഇന്ന് വരെ ആരും നടത്താത്തൊരു ഐറ്റമാ, മൂലക്കുരു ചികിത്സാ ക്യാമ്പ്. മൂലക്കുരു? ഓ, പൈൽസ്. നിങ്ങൾക്ക് പറ്റിയ പണിയാ. ആദിവാസി വൈദ്യര് ഒറ്റമൂലിയാ. ആദിവാസി? ആ, ഷാജിയുടെ ബന്ധുവാ. ബന്ധുവൊന്നുമല്ല, കസിനാ. എന്റെ ബന്ധു കസിനൊന്നും അല്ല, എന്റെ കുഞ്ഞമ്മയുടെ മോനാ. പേര് വാവു. അട്ടപ്പാടി അഴകേശ വൈദ്യരെന്ന് വിളിക്കും. മുതലാളിയുടെ കൈനീട്ടം കിട്ടിയിട്ട് വേണം ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ. വാസുവേട്ടന്റെ കയ്യില് ഒറ്റ രൂപയുടെ കോയിനുണ്ടോ? ഈശ്വര, 1 രൂപയാണ് തരാൻ പോണത്. ദാ 1001 രൂപയുണ്ട്. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. ചെല്ലപ്പാ, വണ്ടി എടുക്ക. ഞാൻ വെച്ചോളാം. എന്തോ ഈ വൈദ്യര് ഒറിജിനൽ ആദിവാസി തന്നെയാണോ? പിന്നെ ഒറിജിനൽ 916. എന്നാ എനിക്കൊന്ന് കാണണം, പക്ഷെ ആരും അറിയരുത്. ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാ ഞാൻ. അങ്ങനെ ഒരു രോഗിയെ കൂടി കൈനീട്ടം കിട്ടി. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ മലം മഞ്ചലിൽ കൊണ്ടുവരൂ എന്നല്ല, മലർ മഞ്ചൽ കൊണ്ടുവരൂ. മല ആര് മഞ്ചലിലെന്നും കൊണ്ടുവരൂ. സോറി. മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. നന്നായിട്ടുണ്ട്. ഇനി പാട്ടറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചാ. അത്രയ്ക്ക് മോശമായിരുന്നോ? ഇത് രണ്ടും നീ കൈകാര്യം ചെയ്യുന്നോണ്ടാ. ഹാർമോണിയം ആരെങ്കിലും വായിച്ചോ? പാട്ട് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാം. അത് മാത്രമല്ല, ശ്രുതി പലയിടത്തും പോയിട്ടുണ്ട്. അയ്യോ, ഇത് നിങ്ങൾ പറഞ്ഞ സത്യം പോയിട്ടുണ്ട്.
നമ്മുടെ കുമാരണ്ണനോടൊപ്പം ഊട്ടി പോയിട്ടുണ്ട്, കൊടൈക്കനാൽ പോയിട്ടുണ്ട്, ഇപ്പൊ കന്യാകുമാരി പോയി. അവിടെ റെയ്ഡില്ലാന്ന്. അത് ഏത് ശ്രുതി? നിങ്ങളുടെ കുഞ്ഞമ്മേരെ മോള് ശ്രുതി. ആ ശ്രുതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തബലയുടെ ശ്രുതി പലയിടത്തും പോയിട്ടുണ്ടെന്ന്. തബലയുടെ തുതി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. റമ്മായ നമഹ. ഇപ്പൊ എങ്ങനെ നോക്കിക്കോ. നിനക്ക് തില്ലാനെ അടിക്കാൻ അറിയാമോ? എന്ത് വേണമെങ്കിലും അടിക്കാം, പക്ഷെ സോഡ വേണം. എന്നാ ഞാനങ്ങട്. രാജ രാവിലെ നേരത്തെ വരണം, ചരക്കെടുക്കാൻ പോകണല്ലോ. അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല. അതെന്താ? എനിക്കൊരു മരണം ഉണ്ടാവും. നീ മരിക്കാൻ പോവാ? അല്ല, എന്റെ അമ്മാവന്റെ. ഓ, കഴിഞ്ഞ ആഴ്ച ഇതേ അമ്മാവന്റെ പേര് പറഞ്ഞില്ല നീ അവധി വാങ്ങിച്ചെന്റെ. അന്ന് മനുഷ്യരെ പറ്റിച്ചു. പറ്റിച്ചെന്നോ? അല്ല, മരിച്ചില്ല. നാളെ എന്തായാലും ഉറപ്പാന്ന് SMS ഉണ്ടായിരുന്നേ. പോവാ. പെരും കള്ളനാ നീ. പൂര സീസൺ ആയില്ലേ, എവിടെങ്കിലും മേളം കാണും. അമ്മാവന്റെ കൂടെ കൊമ്പൂതാൻ പോവാനാ. പോയി ഊതട്ടെ. ഓടാ ഓടാ. ഈ ബലൂൺ പോലെ ഊതി വീർപ്പിച്ച പലതും സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ഒന്ന് വന്നപ്പോൾ സോപ്പ് കുമ്പള പോലെ പൊട്ടിപ്പോയില്ലേ? കേട്ടില്ലേ? അവനാ എന്റെ പുന്നാര മോൻ. വാസുവേട്ടൻ എന്താ പറഞ്ഞത്? അവന് വിഷമമുണ്ട്, കുറ്റബോധമുണ്ട്. വിഷമത്തിന്റെ പാട്ടായി കേൾക്കുന്നേ. ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരെ ഡീല് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല. ഞാനും ഈ പ്രായം കഴിഞ്ഞാ വന്ന വാസുവേട്ടൻ. അയ്യോ, അന്നത്തെ ചെറുപ്പമല്ല ഇന്നത്തെ ചെറുപ്പം. നിങ്ങളൊന്ന് ഇവിടെ നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. റാണിയെ വഴിക്കണമെങ്കില് രാജാവ് എന്തെങ്കിലും പണിക്ക് പോണോടാ. ഒരു കണക്കിനാ എവിടെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്. എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക. അല്ല, ഞങ്ങളിങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കുക, അല്ലാതൊന്നുമല്ല. ഒടിയനോട് വേണ്ട മായങ്ങളി. യമണ്ടനാ താഴത്ത് നിപ്പുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ. ഞാൻ അത് അടുത്ത് നിർത്തിയത്. കയറിയിരുന്നെങ്കിൽ മധുരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ടിറക്കാൻ പറ്റാതായനെ. വണ്ടി എപ്പോ നന്നാക്കി കൊടുക്കും? ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ. അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നുവീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാനല്ലേ? അതാണല്ലോ പതിവ്. പതിവ് മാത്രമല്ലല്ലോ, ഒരു രാശി കൂടിയാണല്ലോ. അപ്പൊ നാളെ അവിടെ കാണാം. എടാ ചെല്ലപ്പാ, ഒളിച്ചത് മതിയടാ. ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണല്ലേ. കടപ്പുറത്ത് വെടിയപ്പായതുകൊണ്ട് ബലിയിട്ടില്ല. നടക്കട്ടെ. മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ആ യമണ്ടന്റെ മനസ്സ് കുളിർപ്പിക്കുന്ന ചങ്കിത്തട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടറാ. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. പേടിക്കണ്ട, ഞാൻ രാജപ്പ താനെന്താ ഇതിങ്ങനെ രാത്രി തള്ളിക്കൊണ്ട് നടക്കുന്നത്? ഓടിക്കാനുള്ള ബാലൻസ് കിട്ടണമെങ്കിൽ ആദ്യം തള്ളി പഠിക്കണമെന്നാ സർല പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ഇത് പകലായി കൂടെ? പകൽ എന്നെ കണ്ട ഇവിടുത്തെ അലവലാദികൾക്കൊക്കെ ഒരു പരിഹാസമാ. അതെ, എടോ കുറുപ്പേ, അവര് ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ എടുക്കുക. നാളെ തന്നെ വണ്ടി കണ്ടീഷനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. എന്തു ചങ്കിക്കൊള്ളണ പാട്ടാ ഇത്. ചങ്കിൽ കൊള്ളാനുള്ള പാട്ടല്ല വാസുവേട്ട, ചങ്കിൽ കുത്താനുള്ളതാ. തനിക്ക് എന്ത് കേട്ടാലും തല തിരിഞ്ഞല്ലേ തോന്നും. ചുമ്മാ അതല്ല അവനെന്ന് തല തിരിഞ്ഞേ കിടക്കുള്ളൂ എന്ന് പറയണത്. തന്റെ അതല്ലേ വിത്ത്. ഇങ്ങോട്ട് വന്നേ, വാ വാ. എന്താടി അവിടെ? ഞാനല്ല
ഏട്ടൻ കട്ടിലിന്ന് വീണതാ. അല്ലമ്മേ. എന്താടി എന്താ പറ്റി? അത് സ്വപ്നം കണ്ടതാ. നിനക്കും വെച്ചിട്ടുണ്ട്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാനും പേടിച്ചു പോയമ്മ വീണപ്പോ. കണ്ടടം തെണ്ടി അടന്ന് നേരം കേട്ട നേരത്തെ ഒന്ന് കിടന്നിട്ടാ ദുസ്വപ്നങ്ങൾ കാണണേ. ദുസ്വപ്നൊന്നുമല്ല. കുളിച്ചു വന്നു എല്ലാം കഴിക്കുന്നേ. പല്ലിയേക്കണ്ടേ? നീ സ്കൂളിൽ പോവാ? പ്രകാശൻ സാർ ഇന്നും കിണറ്റി വീണല്ലേ? കിണറ്റിലാ? പൊന്നൂന്ന് വിളിക്കുന്ന ഞാൻ കേട്ടു. അതെ, പൊന്നുച്ചിച്ചോട് പറഞ്ഞോ? പറഞ്ഞില്ലല്ലേ? പിന്നെന്തിനാ ചെല്ലപ്പൻ ചേട്ടനെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് വെളുപ്പാങ്കാലത്ത് ഞാൻ ഒരുങ്ങിക്കെട്ടി പോയത്? ദേ, മനസ്സിലുള്ളത് ഇനിയും തുറന്നു പറയാണ്ട് ഇങ്ങനെ കിണറ്റി ചാടിയൊന്നും സ്വപ്നം കണ്ടുകൊണ്ട് നടന്നോ? ഒടുക്കം വല്ലവനും വന്ന് കെട്ടിക്കൊണ്ടു പോകുമ്പോ താടിയും വളർത്തി ശോകഗാനം പാടി നടക്കാം. എന്നാ ഞാൻ സത്യം പറയട്ടെ. എന്റെ ഹൃദയത്തിന്റെ പേഴ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ സ്വപ്ന ചിത്രം ഞാൻ ഇന്ന് അവളെ തുറന്നു കാണിച്ചു. എന്നിട്ട് ആ സ്വപ്ന ചിത്രം എന്റെ ആൽബത്തിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയി. ഈശ്വര, സത്യാണോ ഞാൻ കേൾക്കുന്നേ? സത്യം കൂട്ടാ, ഈ യമണ്ടന്റെ അച്ഛനാണ് സത്യം. എന്ന് എനിക്കൊരു 10 രൂപ തരണം. അതിന് ഏട്ടന്റെ ഇന്നത്തെ പോക്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സക്സസ് ആവാണെങ്കിൽ ഞാനൊരു പുഷ്പാഞ്ജലി നേർന്നിട്ടുണ്ടായിരുന്നു. പുഷ്പാഞ്ജലിയൊക്കെ നാളെയും കഴിക്കാലോ. ഈശ്വരനോട് കടം പറയരുത് കേട്ടോ. നിന്നോട് കടം പറയാലോ. എന്തൊക്കെ കള്ളത്തരടാ നീ കാണിക്കുന്നേ? എന്താ എന്ത് കള്ളത്തരം? വണ്ടി നന്നാക്കാനെന്നും പറഞ്ഞ അച്ഛനോട് രൂപ വാങ്ങിച്ചിട്ട് ഷാജിയോട് നീ കടം പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? പിന്നെ ഇപ്പൊ ഇവിടെ ഏത് കടത്തിന്റെ കാര്യ പറഞ്ഞേ? അത് വേറെ. നീ ക്ലാസ്സിൽ പോയി. അത് എന്താന്നറിയാമ? അമ്മ ഇങ്ങോട്ട് നോക്കിയേ. അത് സത്യം പറ, രൂപ വാങ്ങിട്ട് നീ എന്ത് ചെയ്തു? ഷാജിക്ക് കൊടുത്തു. എന്ത് പറ്റിയാ? വണ്ടി നന്നായി കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. കൊണ്ടുപോയതുപോലെ തന്നെ ഉമ്മർത്തോണ്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, അപ്പൊ യമണ്ട കുറിപ്പ് വണ്ടി കൊണ്ടുപോയിട്ടില്ലേ? ഒറ്റ കീറ് വെച്ചെന്നാലുണ്ടല്ലോ. എന്നെ ഓരോന്ന് പറ്റിച്ച് പണം പിടുങ്ങുന്ന പോലെ അച്ഛനെ പറഞ്ഞു പറ്റിച്ചാൽ അറിയാലോ. അമ്മ ഞാൻ പറയട്ടെ, അവൻ എന്തോ പുതിയ സ്പെയർ പാർട്സ് മേടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കാശ് കൊടുത്തു. എന്നാ മര്യാദക്ക് വണ്ടി നന്നാക്കിച്ച് കടയിലോട്ട് കൊണ്ടിയല്ലേ? ചുണ്ടി എടുത്തിട്ടാ പോയിരിക്കുന്നെ. പൊട്ടനെ ചെട്ടി ചതിച്ചാ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നാ പഴമൊഴി. എടി സത്യമായിട്ട് ഞാൻ കാശ് കൊടുത്താന്ന്. അപ്പൊ 1200 രൂപയ്ക്ക് പാതാളം ശരിക്കും കമഴ്ത്തി കാണും. എന്നാ അവന്റെ കടയില് എന്റെ വക ഒരു ഫോട്ടോയും കൂടി തൂക്കേണ്ടി വരും. ഇത് നിലമ്പൂർ അറ്റാക്ക്. ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ പട്ടികൾ കുറുകെ ചാടിയതാ. ഞാൻ ഓർത്തില്ല, കന്നിമാസായിരുന്നു. ഇതെന്താ 100ാം ദിവസം? ഹോസ്പിറ്റലിൽ 100 ദിവസം ആഘോഷിച്ച കേസല്ലേ? എന്ത് രസമായിരുന്നു അന്നൊക്കെ. കണ്ടില്ലേ ഇടവും പോലും സുശീല സാവിത്രി. ഇതാണ് ഷൊർണൂർ ഷോക്ക്. കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോ എനിക്കേ ചെരി വരും. ഇതെന്താ 45ാം ദിവസം? 45 ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നെങ്കിൽ 50 ദിവസം വരെ പോകേണ്ട കേസാ. സർ, ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ്സാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ തട്ടിപ്പോകേണ്ടതായിരുന്നു. അല്ല, ഇതെന്താ 15ാം ദിവസം? സർ, സത്യത്തിൽ അത് 150ാം ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു. 15 ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദറാവൂന്ന് പേടിച്ച് എന്നെ എടുത്ത് വെളിയിൽ കളയുന്ന ഫോട്ടോയാ. സർ, ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ 2 കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പൊ തന്റെ കൈക്ക് എന്താ പറ്റിയത്? സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടതാ. അത് കണ്ടോണ്ട് വന്ന ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ കൈ 2 തല്ലി ഓടിച്ചു. ഇതെന്തോടോ കമ്മിങ് സൂൺ? അതെ. ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത്. കമ്മിങ് സൂൺ. എപ്പോഴാണാവോ ഇനി ഒരു ആക്സിഡന്റ് വരുന്നത്? ഓഹോ, താനെന്തിനാ ഇത്രയും ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡ്സിൽ കയറുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാതാള ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും. ഓക്കെ. ഈ ഫോട്ടോകൾ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ലെന്ന്. സോറി സർ, എന്റെ ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് ബിവറേജസ് ക്യൂ നിൽക്കുമ്പോ മാത്രം. ഇനിയും ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നല്ലേ നല്ലത്. ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സർ. എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ. അഥവാ ഇനി ഒടിയാണെങ്കിൽ നേരെ ശ്രീമുരുക വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാ പോരെ. പിന്നെ എനിക്കൊരു ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ. കാന്തുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അതെന്താ? ശരീരം മൊത്തം കമ്പിയല്ലേ. കാന്ത് അള്ളിയിട്ട് പിടിക്കും എന്നെ. അല്ല, ഈ ആക്സിഡന്റിനൊക്കെ കേസ് കുറെ പറഞ്ഞു കാണുമല്ലോ. സോറി സർ, ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. പിന്നെ എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അധികവും എന്റെ ശിഷ്യന്മാർ. അവരെയൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഞാനല്ലേ. സാർ ഇവിടെ പുതിയതായതുകൊണ്ടാ. ഈ പാതാള ഷാജി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫേമസ് അല്ലേ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഏമാമാരായിട്ട് നല്ല പിടിപാടായിരിക്കും അല്ലേ? നമുക്കങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാട്ടം വരെ എന്റെ ശിഷ്യന്മാരാ. ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ എന്നാരും പറയില്ല. എന്റെ ശിഷ്യൻ വന്നു. അങ്ങനെ ഇറങ്ങി. ഇതാണോ കട്ടബൊമ്മൻ? വണ്ടികൾക്ക് വേണ്ടി അടവയ്ക്കാനുള്ള കട്ടകൾ വെക്കുകയാണ് ഇവന്റെ ജോലി. അട പോരാതെ വരുമ്പോ കട്ടയായിട്ട് ഇവനെ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്.
സമയം കളയാതെ എന്നെ അടുത്ത് ഇറക്കാശാനെ ആ വക്കീൽ സാറിന്റെ പണി ഇന്ന് തന്നെ തീർക്കണം. വക്കീലിന്റെ പണി തീർത്തിട്ട് നീ എന്നെ കോടതി കയറ്റോടെ? അതല്ല, വണ്ടിയുടെ പണി തീർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞില്ല. ഈ വണ്ടി കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് ഞാൻ പണിതാണോടാ? അതേടാ, നീയായിട്ട് പണി തന്ന വണ്ടി തന്നെയത്. എടാ മഹാഭാവി, ഈ കൊടിച്ചത് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. എന്റെ ഫ്രണ്ടാ, വളരെ ഇന്റിമേറ്റാ പ്രകാശൻ. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. സാർ വണ്ടി ട്രയൽ പോവാൻ നോക്ക്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അടുത്ത വർഷാപ്പിൽ നാളെ വിളിക്കാം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. വാ നടക്ക്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ട്? തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എടേ, നിന്റെ അച്ഛൻ കാലത്ത് ഇറങ്ങി വരുമ്പോ വണ്ടി എവിടെ കാണുമെന്ന് പറഞ്ഞോണ്ടല്ലേ തൽക്കാലം ഞാൻ ഒരു നുണുക്ക് വിദ്യ ചെയ്ത് വണ്ടി അവിടെ കൊണ്ട് വെച്ചത്. അങ്ങനെ നുണക്ക് വിധി ചെയ്യാനാണെങ്കിൽ ഇതിന്റെ കാശ് മേടിച്ചിട്ട് പോയത്. എടേ, തൽക്കാലം നീ പറയുന്നത് ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ? അല്ല, ഞാൻ പറയണെങ്കിൽ നിനക്ക് കേൾക്കാൻ പറ്റും. പറഞ്ഞു തൊലക്ക്. എടാ, അതിന്റെ പാർട്സ് വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു വിട്ടതല്ലേ? എന്നിട്ട് എടേ, അവ ഒരു ഒടുക്കത്തെ പോക്ക് വെട്ടി ഇതുവരെ വന്നില്ലെന്നേ. എടേ, നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സിംഗപ്പൂർ ആശാനോട് നമുക്ക് ചോദിക്കാം. നീ വന്നേ. എന്താ അവിടെ ശബ്ദം കേട്ടെ? അത് ഞാൻ വണ്ടിയിൽ ബ്രേക്ക് വയ്ക്കാൻ മറന്നുപോയി. നീ എങ്ങോട്ടാ പോയി കാണണ്ടേ? അത് ആശുപത്രി പോയാലും കണ്ടൂടെ? വണ്ടി ഇതുപോലെ ഇത് പറയണ കേട്ട് വാട്സാപ്പിലെ ഒറ്റയ്ക്കുള്ളു. ബ്രേക്കും ക്ലച്ചും എല്ലാം ഞാൻ തന്നെ വെക്കണമെന്ന്. പിന്നെന്തോന്നു?